ചങ്ങാതിമാരെ, നമ്മുടെ കൂടെയുള്ള സൈക്കിൾ റൈഡിലെ എല്ലാ ടീം അംഗങ്ങളും നമ്മളെ വിളിക്കാൻ നേരെ തീക്കോയി വെള്ളാനിലേക്ക് പോയിരിക്കുകയാണ്. ഇതാ ഞാനും നമ്മുടെ പെങ്ങളുടെ മകനും നമ്മുടെ മക്കളുമായിട്ട് ഇതാ ഒട്ടുപേറി പാവങ്ങളുടെ വാഹനമായ ആൾട്ടോയിൽ ഞങ്ങളിതാ നേരെ വെള്ളാനി, തീക്കോയി വെള്ളാനി ലക്ഷ്യമാക്കി ഇതാ പോവുകയാണ്. ഇനി നമുക്ക് ഓരോ ദൃശ്യങ്ങളും അവിടെ എത്തിയിട്ട് നമ്മുടെ വീഡിയോ ക്യാമറയിലൂടെ നമുക്ക് കാണാം. പ്രഭാത സവാരി നല്ല ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം കാഴ്ചവെക്കുന്നതാണ്. കാരണം രാവിലെ ആകുമ്പോൾ ധാരാളം കോടമഞ്ഞ് കാഴ്ച നമുക്ക് കാണാം. നമ്മളങ്ങനെ തീക്കോയി വെള്ളാൻ റോഡിലോട്ട് കയറിക്കാൻ രാവിലെ ആയിട്ട് നല്ല രസമാണ്. ആ പ്രകൃതി രമണീയമായ പച്ചപ്പും എല്ലാം കണ്ട് മനോഹരമായ യാത്ര. പോകുന്ന വഴിക്കുള്ള മനോഹരമായ സ്ഥലം ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. അത് കണ്ട് അങ്ങനെ പോയി നമ്മുടെ കൂടെയുള്ള സൈക്കിൾ റൈഡിനെ കണ്ടുമുട്ടി. നമ്മളങ്ങനെ ഒത്തുകൂടിയ ശേഷം ഇനി വെള്ളാനിലേക്ക് നീരാടാൻ പോവുകയാണ്. ആൾപ്പെരുപ്പം മൂലം നമ്മുടെ സൈക്കിളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇത് ആൾട്ടോയുടെ ഡിക്കിയിലും സീറ്റിലോട്ട് ആയിട്ട് ഒരു വൈബ് യാത്ര. എങ്ങനെയുണ്ട്? കിടിലല്ലേ? ഇനി നമുക്ക് അങ്ങനെ കുറച്ച് പേര് ഡിക്കിയിലും സീറ്റിലൊക്കെ ഇരുന്ന് നേരെ വെള്ളാനിയിലെ മനോഹരമായ ആ ഒരു നാച്ചുറൽ അരുവിയിലും വെള്ളത്തിലും കുളിച്ചാണ് അടുത്ത നമ്മുടെ യാത്ര. അപ്പൊ നേരെ ഇനി അങ്ങോട്ട് വിടുക. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് വെള്ളാനിൽ എത്തിയിരിക്കുകയാണ്. വെള്ളാനിൽ എത്തിയതിനു ശേഷം ഏറ്റവും മനോഹരം ഹൈലൈറ്റ് ആയ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത നല്ല മനോഹരമായ പാറയും ആ പാറപ്പുറത്തും ചാടി നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം നീരാടിയ ശേഷമാണ് തിരിച്ചത്. ഇതാ അങ്ങനെ ഞാനും നമ്മുടെ കൂടെ ഉള്ള ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ യഥാർത്ഥ തനിമ അറിഞ്ഞ് നല്ല രീതിയിൽ ആസ്വദിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഏതൊക്കെയാലും ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരു രസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നും ഓർത്തിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം നീരാടിന് ശേഷം ഞങ്ങൾ തിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വെള്ളാനിലേക്ക് യാത്ര എങ്ങനെയുണ്ട്? കിടുവല്ലേ? പൊള്ളി ട്രിപ്പ്. സൈക്കിൾ വന്നവരെ ആ സൈക്കിളിന്റെ സ്ഥാനത്ത് എത്തിയതിനു ശേഷം ബാക്കി ഞങ്ങൾ നല്ലൊരു വൈബ് കണ്ട് തിരിച്ച് യാത്ര കഴിഞ്ഞ് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിടിലാണ്. അപ്പോൾ തീർച്ചയായും വീഡിയോ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിന് അടുത്ത വീഡിയോ ചെറിയ ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.